Good evening, all. We are back with another live session. ലാസ്റ്റ് വീക്കിൽ നമ്മൾ CMA കോഴ്സ് മാനേജ്മെന്റ് അക്കൗണ്ടൻസി കോഴ്സിനെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ CA ചാർട്ടേഡ് അക്കൗണ്ടൻസി കോഴ്സിനെ കുറിച്ചുള്ള വെബിനാർ ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലൈവ് സെഷനിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികളെയും അതേപോലെ CA ആസ്പിറൻസ് ആയിട്ടുള്ള കുട്ടികളെയും പേരൻസിനെയും ഈ ഒരു സെഷനിലേക്ക് വെൽക്കം ചെയ്യുവാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഗൈഡ് ചെയ്യാൻ നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നത് CA ജോസ്വിൻ സർ ആണ്. സാറിനെ പറ്റി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ലീഡിംഗ് പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ബൈ പ്രൊഫഷൻ ആൻഡ് ബൈ പാഷൻ. അദ്ദേഹം നല്ലൊരു ഫാക്കൽറ്റി CA കോഴ്സസ് ഹാൻഡിൽ ചെയ്യുന്ന ഫാക്കൽറ്റിയും കൂടെയാണ്. അപ്പോൾ വളരെ വ്യക്തമായിട്ട് CA കോഴ്സിനെ കുറിച്ചും അതിന്റെ സാധ്യതകളെ കുറിച്ചും സാറ് നമ്മളുമായി പങ്കുവെക്കുന്നതായിരിക്കും. സോ സർ ജോയിൻ ചെയ്തിട്ടുണ്ട്. സർ കേൾക്കാമോ? ഹലോ പാർവതി. ഓക്കെ, സോ വെൽക്കം ബാക്ക് യു സർ. താങ്ക് യു. ഓക്കെ, നമുക്ക് അധികം നീട്ടാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. ഓക്കെ സർ. ഓക്കെ, സോ ഗുഡ് ഈവനിങ് ഫെലോ സ്റ്റുഡൻസ് ആൻഡ് പേരൻസ്. എനിക്കറിയാം നമ്മൾ ഇനി നെക്സ്റ്റ് എന്ത് കോഴ്സ് ചൂസ് ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റ്യനിൽ നിൽക്കുമായിരിക്കും പല ആളുകളും. അന്നേരം ആദ്യം തന്നെ ഇത്തരത്തിലൊരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തതിന് IIT പ്രൊഫഷണൽ ക്യാമ്പസിന് താങ്ക് യു. നമുക്ക് വിതൗട്ട് ഫർദർ അഡ്യൂ നമുക്ക് മെല്ലെ സെഷനിലേക്ക് നമുക്ക് കിടക്കാം. സോ മെയിൻലി നമ്മൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം ഒരുപാട് ആളുകൾ CA കോഴ്സ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് വളരെ ലുക്രേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ഒരു ജോബാണെന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. എന്നാൽ എന്താണ് ഈ CA കോഴ്സിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത്, എന്താണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ചെയ്യുന്നത്, ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇനി അതേപോലെ തന്നെ ഇപ്പം പല സ്ട്രീംസിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. സയൻസിൽ നിന്ന് വന്ന, ഹ്യൂമാനിറ്റീസിൽ നിന്ന്, കൊമേഴ്സിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും. ആർക്കൊക്കെയാണ് CA കോഴ്സ് ചെയ്യാൻ പറ്റുക, ഇതിന്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്താണ്, ഇതിന്റെ ഭാവി എന്താണ്, അങ്ങനെ ഒരു 360 ഡിഗ്രി വ്യൂ തരിക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ സെഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ്ലി നമ്മളിപ്പോൾ ഏതൊരു കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അതിന് മുന്നേ എന്താണ് ആ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ അച്ചീവ് ചെയ്തതിന് ശേഷം നമ്മൾ എന്തായിരിക്കും നമ്മുടെ ജോബായിട്ട് നമ്മൾ ചെയ്യുക എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. സോ ബേസിക്കലി CA അഥവാ ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൽ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് സർട്ടിഫൈ ചെയ്യാൻ അധികാരമുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ബോഡിയാണ്. കാരണം നമുക്കിപ്പോൾ അറിയാം, ഒരു ബിസിനസ് സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ വരവ് ചെലവ്, ഇതിന്റെ കണക്കുകൾ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അന്നേരം ഈ കണക്കുകൾ സൂക്ഷിച്ചേക്കുന്നത് ഇത് കൃത്യമായിട്ടുള്ള റെക്കോർഡ്സ് ആണോ എന്നുള്ളത് പരിശോധിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മുടെ സ്ഥാപനത്തിന്, ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ ലാഭമൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കുന്നത്. അതേപോലെ ഒരു സ്ഥാപനത്തിന്റെ ലാഭമൊക്കെ നോക്കിയിട്ടാണ് ബാങ്കിൽ നിന്നും നമുക്ക് ലോൺ അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ട് കിട്ടുന്നത്. അന്നേരം ഇവിടെയൊക്കെ ഒരു സ്ഥാപനത്തിന്റെ ഫിനാൻഷ്യൽ റെക്കോർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അന്നേരം ആ ഒരു ഫിനാൻഷ്യൽ റെക്കോർഡ് അത് കൃത്യമാണെന്നുള്ളത് മറ്റൊരാൾ സർട്ടിഫൈ ചെയ്യണം, ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി സർട്ടിഫൈ ചെയ്യണം. അന്നേരം അങ്ങനെ അത്തരത്തിൽ ഇന്ത്യയിൽ നമ്മൾ ഈ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് സർട്ടിഫൈ ചെയ്യാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റെക്കഗ്നൈസ് ചെയ്തിട്ടുള്ള പ്രൊഫഷണൽ ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. 1949 ഇന്ത്യൻ പാർലമെന്റ് രൂപകൽപ്പന ചെയ്ത ഒരു ബോഡിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു മെമ്പറാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന് പറയുന്നത്. അന്നേരം അതുകൊണ്ടാണ് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ ഒപ്പിന് അത്രയും വിലയുണ്ട്. ആ ഒരു സർട്ടിഫൈ ചെയ്യാനുള്ള ഒരു അതോറിറ്റി എന്നൊക്കെ നമ്മൾ പലപ്പോഴും CA കുറിച്ച് പറയുന്നതിന്റെ ഒരു റീസൺ അതാണ്. ഇനി എന്താണ് ഒരു CA കോഴ്സിൽ നമ്മൾ പഠിക്കുന്നത്? ഇപ്പം സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള, ഇപ്പം അക്കൗണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്, ഒരു ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ഇനി ഈ ഫിനാൻഷ്യൽ റെക്കോർഡുകളൊക്കെ എങ്ങനെയാണ് ഓഡിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വിശകലനം ചെയ്യുന്നത്, ടാക്സേഷൻ നിയമങ്ങളെ കുറിച്ച്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ത്രൂ ഡിഫറെന്റ് സ്റ്റേജസ് ആയിട്ട്, നമ്മൾ 3 സ്റ്റേജസ് ആയിട്ടാണ് CA കോഴ്സിന് നമ്മൾ ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫൗണ്ടേഷൻ സ്റ്റേജ് ഉണ്ട്, ഇന്റർമീഡിയറ്റ് സ്റ്റേജ് ഉണ്ട്, ഫൈനൽ സ്റ്റേജ് ഉണ്ട്. ഈ 3 സ്റ്റേജുകളായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി എന്തുകൊണ്ട് CA പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ, ഇപ്പം ഇതില് +2 കഴിഞ്ഞ് വന്ന, ഡയറക്ട്ലി +2 കഴിഞ്ഞ് ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് ഇനി CA പോലെ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യണോ എന്നുള്ളത് ആലോചിച്ച് നിൽക്കുന്ന ആളുകളുണ്ടായിരിക്കും. ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഗോയിങ് ഫോർവേഡ്, നമ്മൾ മുമ്പോട്ട് ചെല്ലുന്തോറും
വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അന്നേരം എന്തെങ്കിലും പഠിക്കാൻ വേണ്ടി പഠിക്കുന്നതുകൊണ്ട് കാര്യമില്ല. പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് അപ്ഗ്രേഡ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കോഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാത്രമേ നമ്മുടെ ഇന്നത്തെ ലോകത്ത് നമുക്ക് എന്തെങ്കിലും ഒരു പ്രയോജനമുള്ളൂ. കാരണം ഇപ്പം ഞാനൊരു പ്രൊഫഷണലി ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്. ഞാൻ എന്റെ സ്വന്തം ഒരു CFM റൺ ചെയ്യുവാണ്. ഐ എം എൻ എംപ്ലോയർ. എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് BCom കഴിഞ്ഞ സ്റ്റുഡൻസും അതേപോലെ തന്നെ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞ സ്റ്റുഡൻസും CA പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസും എന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അന്നേരം നമ്മൾ പലപ്പോഴും ഈ ഒരു ജോബ് മാർക്കറ്റ് അനലൈസ് ചെയ്യുമ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ഗോയിങ് ഫോർവേഡ് നമുക്ക് എന്തെങ്കിലും ഒരു ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെയല്ല നമുക്ക് ആവശ്യം. ഒരു അനലിറ്റിക്കൽ മൈൻഡുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ആളുകളെയാണ് നമുക്ക് ഇന്നത്തെ ലോകത്ത് നമുക്ക് ആവശ്യം. അപ്പൊ നമ്മളിപ്പോ ഒരു +2 കഴിഞ്ഞു, നമ്മൾ ഇനി എന്ത് എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ഡിഗ്രിക്ക് പോകാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പോകാം, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഇനി എന്തെങ്കിലും ഡയറക്റ്റ്ലി ഒരു ജോലിക്ക് കയറണോ, അതോ ഫർദർ എന്തെങ്കിലും സ്റ്റഡീസ് ചെയ്ത് എന്റെ സ്കില്ല് ഞാൻ കുറച്ചും കൂടെ അപ്ഗ്രേഡ് ചെയ്യണോ എന്നുള്ളത് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജസ്റ്റ് ഒരു ക്ലറിക്കൽ ഇത് മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരു അനലിറ്റിക്കൽ ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള ഒരു സ്കില്ല് നമുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ ദ ലോങ് റൺ നമുക്ക് സസ്റ്റെയിൻ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം സ്റ്റിൽ വേണ്ടത്ര രീതിയിൽ നമ്മുടെ സ്റ്റുഡൻസിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. കാരണം നമ്മൾ പല കോളേജുകളിൽ നമ്മൾ ഡിഗ്രിക്ക് പോയി കഴിഞ്ഞാൽ എന്തൊക്കെയോ പഠിപ്പിക്കുന്നു, ഇത് ആക്ച്വലി ജോബ് മാർക്കറ്റിന് വേണ്ടതാണോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ പല ആളുകൾക്കും സംശയമാണ്. ഇപ്പം ഞാൻ തന്നെ ഇപ്പം ഒരു കോളേജിന്റെ പേരെടുത്ത് പറയുന്നില്ല, കേരളത്തിൽ തന്നെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോളേജിലെ ഒരു വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയാണ് ഞാൻ. അവിടെ അവര് BComന്റെ കൂടെ CA കൂടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ക്ലാസ് എടുക്കാൻ വേണ്ടി പലപ്പോഴും ഞാൻ പോകാറുണ്ട്. അന്നേരം ഇവരുടെ ക്വാളിറ്റി നമ്മൾ ആക്ച്വലി ഒന്ന് അസസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആക്ച്വലി എന്താണ് BComലൊക്കെ ഇവര് പഠിക്കുന്നത്, അല്ലെങ്കിൽ ഡിഗ്രിക്കൊക്കെ ഇവർ എന്താണ് പഠിക്കുന്നത് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ക്വാളിഫൈഡ് ആയിട്ടുള്ളൊരു ടീച്ചേഴ്സോ അല്ലെങ്കിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ഫാക്കൽറ്റീസ് ഒന്നും അല്ല പലപ്പോഴും ഇവരെ ട്രെയിൻ ചെയ്യുന്നവരെ പഠിപ്പിക്കുന്നത്. അന്നേരം അവിടെയൊക്കെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ ഒരു വ്യത്യാസം. കാരണം നമ്മളൊരു കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങുമ്പം ആ ഒരു നോളജ് ഉപയോഗിച്ച് എനിക്ക് എന്താണ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക. ഇപ്പം ഒരു BCom കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ ഓക്കെ, ഞാൻ BCom കഴിഞ്ഞു, BComൽ ഞാൻ പല കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ടാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. ആ ഒരു നോളജ് വെച്ച് ഞാൻ നാളെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പം എനിക്ക് എന്താണ് ആ സ്ഥാപനത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് പ്രധാന ക്വസ്റ്റ്യൻ. കാരണം നമ്മൾ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു അതനുസരിച്ചിട്ടാണ് നമുക്ക് അവിടുന്ന് കിട്ടുന്ന സാലറി പാക്കേജ് അല്ലെങ്കിൽ നമുക്ക് അവിടുന്ന് വരുന്ന റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പലപ്പോഴും പല BCom കഴിഞ്ഞ സ്റ്റുഡൻസിനൊക്കെ എംപ്ലോയീസ് ആയിട്ട് ഓൺബോർഡ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ വേണ്ടത്ര രീതിയിൽ ട്രെയിൻഡ് അല്ല. ഇപ്പം അക്കൗണ്ട്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ടാക്സിനെ കുറിച്ച് പഠിക്കുന്നുണ്ടെങ്കിലും ഇതൊന്നും പ്രാക്ടിക്കൽ ആയിട്ട് ചെയ്യാൻ പലപ്പോഴും അറിയത്തില്ല. മേ ബി നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം അങ്ങനെ ഡെവലപ്പ് ചെയ്തതിന്റെ ഒരു പ്രശ്നമായിരിക്കാം. കാരണം ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകളല്ല ഇവരെയൊന്നും നമ്മൾ ഡിഗ്രിക്കൊന്നും പോകുമ്പോൾ നമ്മൾ ട്രെയിൻ ചെയ്യുന്നത്. അവിടെയാണ് ഒരു പ്രൊഫഷണൽ കോഴ്സും അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സും തമ്മിലൊക്കെ ഉള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. കാരണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പം നമ്മുടെ ഇപ്പം ലോ പ്രൊഫഷൻ ആയിക്കോട്ടെ, മെഡിക്കൽ പ്രൊഫഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ടൻസി CMA കോഴ്സുകളായിക്കോട്ടെ, പ്രൊഫഷണൽ കോഴ്സുകളെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫസ്റ്റ് തിങ് അവിടെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നത് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മളിപ്പം നമ്മളെ പഠിപ്പിക്കുന്നത് ജസ്റ്റ് ഒരു തിയററ്റിക്കൽ നോളജ് ഉള്ള ഒരാളല്ല, മറിച്ച് അത് നമ്മൾ പഠിപ്പിക്കുന്ന കാര്യം എന്താണോ അതിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് നമുക്ക് ആ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഇപ്പം CA കോഴ്സിൽ, ഇപ്പം IIT പ്രൊഫഷണൽ ക്യാമ്പസിൽ നമ്മളവിടെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എല്ലാവരും തന്നെ അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് പ്രാക്ടീസ് ഉള്ള അല്ലെങ്കിൽ കൺസൾട്ടിങ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണ്. അന്നേരം നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുമ്പം, നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുമ്പം, ടാക്സേഷനെ കുറിച്ച് പഠിക്കുമ്പം, ബിസിനസ് ലോനെ കുറിച്ച് പഠിക്കുമ്പം അതൊക്കെ പ്രാക്ടിക്കലി എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് റിയൽ ലൈഫിൽ കാണുന്ന ആളുകളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. കാരണം അതാണ് പ്രൊഫഷണൽ കോഴ്സും നമ്മുടെ ജസ്റ്റ് ഒരു ഡിഗ്രി കോഴ്സും തമ്മിലുള്ള ഒരു മേജർ ഡിഫറൻസ് എന്ന് പറയുന്നത്. കാരണം ഗോയിങ് ഫോർവേഡ് നമ്മൾ അത്തരത്തിൽ ആ ഒരു രീതിയിൽ പ്രൊഫഷണലി അപ്സ്കിൽഡ് ആയാൽ മാത്രമേ നമ്മൾ ഇപ്പം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ വന്ന് നമ്മുടെ പല ക്ലറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും റീപ്ലേസ്ഡ് ആകുന്ന ഒരു ലോകത്ത് നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വളരെ അത്യാവശ്യമായിട്ട് വന്നിരിക്കുകയാണ്. അന്നേരം ഇനി CA എന്ന് പറയുന്ന ഒരു കോഴ്സിനെ കുറിച്ച് പറയുമ്പം പലപ്പോഴും ഉയർന്നു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, CA എന്ന് പറയുന്നത് അങ്ങനെ എല്ലാവർക്കും പറ്റുന്ന ഒരു കോഴ്സാണോ, അത് CA കോഴ്സ് അത്യാവശ്യം ഡിഫിക്കൽട്ട് അല്ലേ, ബുദ്ധിമുട്ടല്ലേ, പാസ്സാകാൻ അത്ര എളുപ്പമാണോ എന്നുള്ള ഒരു ചോദ്യം പലപ്പോഴും വരാറുണ്ട്. അന്നേരം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ
ഇപ്പം CA കോഴ്സിൽ പല ആളുകളും ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് പലപ്പോഴും കിട്ടുന്നില്ല എന്നുള്ളതാണ്. കാരണം CA കോഴ്സ് ബൈ ഡിഫോൾട്ട് അത് ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് ആയിട്ടാണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യയിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നു, ഒരു സ്റ്റുഡന്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്യുന്നു. നമുക്ക് വേണ്ട മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ അവർ നമുക്ക് അയച്ചു തരുന്നു. ആ മെറ്റീരിയൽസിന്റെ ബേസിൽ നമ്മൾ പഠിക്കുന്നു. ആ ഒരു രീതിയിലാണ് CA കോഴ്സിന് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിന് പലപ്പോഴും നമുക്ക് വേണ്ടത്ര രീതിയിലുള്ള ഒരു ഗൈഡൻസോ ഒരു മെന്ററിംഗ് സിസ്റ്റമോ ഒന്നും പലപ്പോഴും കിട്ടാറില്ല. ഇതാണ് ശരിക്കും പറഞ്ഞാൽ CA കോഴ്സിനകത്ത് ഫെയിലർ വരാനുള്ള ഒരു മേജർ റീസൺ. കാരണം ഒരു പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പഠിക്കുന്നത് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. എന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടാണെന്ന് കരുതേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരിക്കലും എഞ്ചിനീയറിംഗ് ബുദ്ധിമുട്ടാണെന്ന് പറയാറില്ല, LLB ബുദ്ധിമുട്ടാണെന്ന് പറയാറില്ല, ഈവൻ MBBS പോലും ബുദ്ധിമുട്ടാണെന്ന് പറയാറില്ല. പിന്നെ എന്തുകൊണ്ട് CA കോഴ്സ് മാത്രം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നു എന്നുള്ളത് മെയിൻലി അതിന്റെ ആൻസർ ഇതാണ്. കാരണം ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സ് ആയിട്ട് പഠിക്കുന്നതുകൊണ്ട് തന്നെ പല ആളുകൾക്കും അതിന് വേണ്ടത്ര ഒരു ഗൈഡൻസ് കിട്ടാറില്ല. നമുക്ക് വേണ്ടത്ര ഒരു ഗൈഡൻസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ CA കോഴ്സ് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര എഫോർട്ട് ഇടുവാണ് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് പാസ്സാവുന്ന ഒരു കോഴ്സ് തന്നെയാണ്. അപ്പം ഞാൻ തന്നെ CAന്റെ എല്ലാ സ്റ്റേജുകളും CA ഫൗണ്ടേഷൻ, ഇന്റർമീഡിയറ്റ്, ഫൈനൽ ഈ 3 സ്റ്റേജും എന്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്ലിയർ ചെയ്ത ഒരാളാണ് ഞാൻ. അതിനൊരു ഭാഗ്യം കിട്ടിയ ഒരാളാണ് ഞാൻ. CA പാസ്സാവുന്ന സമയത്ത് എനിക്ക് 21 വയസ്സ് മാത്രമേ ഉള്ളൂ. അന്നേരം എനിക്ക് ആ ഒരു ചെറിയൊരു പ്രായത്തിൽ CA കോഴ്സ് പാസ്സാകാൻ പറ്റിയതിന്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയ ഒരു സ്റ്റഡി എൻവയൺമെന്റ് ആയിരുന്നു. കാരണം ഞാൻ CA ഇന്റർമീഡിയറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു, ഇന്റേൺഷിപ്പ് ട്രെയിനിങ് എടുക്കുമായിരുന്നു. ആ ട്രെയിനിങ് എടുത്ത ആ ഒരു എൻവയൺമെന്റ് എന്നെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഇടയിലേക്കാണ് ഞാൻ ചെന്നത്. അന്നേരം ഇവർ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ എനിക്കും ആ ഒരു സ്റ്റഡീസ് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. ജസ്റ്റ് ഒരു പരീക്ഷേന്റെ തലേന്നത്തേക്ക് വെക്കാതെ എനിക്ക് പ്രോപ്പറായിട്ട് പ്ലാൻഡ് ആയിട്ട് ഒരു സപ്പോർട്ടോടെ എനിക്ക് പഠിക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു വളരെ ചെറിയൊരു പ്രായത്തിൽ CA കോഴ്സ് പഠിക്കാൻ അല്ലെങ്കിൽ ക്ലിയർ ചെയ്യാൻ സാധിച്ചത്. അന്നേരം CA കോഴ്സിനകത്ത് സക്സസ് ആകണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് വേണ്ട ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മളെ പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീം നമുക്ക് ഉണ്ടായിരിക്കുക, ഒരു സപ്പോർട്ടിങ് എൻവയൺമെന്റ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇനി ഈ പഠിക്കുന്ന കാര്യങ്ങൾ ലാസ്റ്റ് മിനിറ്റത്തേക്ക് മാറ്റി വെക്കാതെ പ്രോപ്പറായിട്ട് പ്ലാൻഡ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ CA കോഴ്സ് പാസ്സാകാൻ നമുക്ക് വേണ്ട ഒരു റിക്വയർമെന്റ് എന്ന് പറയുന്നത്, ഒരു ജനറൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഒരു ബാക്കി കോഴ്സുകൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ, ഡിഗ്രി കോഴ്സ് അപ്രോച്ച് ചെയ്യുന്ന പോലെ ജസ്റ്റ് ലാസ്റ്റ് മിനിറ്റ് പരീക്ഷേന്റെ തലേന്ന് പഠിക്കുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ എന്താണ് പഠിക്കേണ്ടതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടായിരിക്കുക, അത് റിലേറ്റഡ് ആയിട്ട് പ്രോപ്പർ ആയിട്ടൊരു പ്ലാൻ തയ്യാറാക്കുക, ആ പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുക. അത് നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ CA കോഴ്സ് പാസ്സാകാൻ പറ്റും എന്നുള്ളതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കൺഫ്യൂഷൻ ആവശ്യമില്ല. കാരണം CA കോഴ്സ് പാസ്സാകുന്ന ആളുകളെ നിങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവരാരും തന്നെ അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആളുകളല്ല, അല്ലെങ്കിൽ എക്സെപ്ഷണലി ബ്രില്യന്റ് ആയിട്ടുള്ള ആളുകളല്ല. ഇവരുടെയൊക്കെ ഒരു കോമൺ ട്രേറ്റ് എന്ന് പറഞ്ഞാൽ ഇവർ സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്തു, കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇട്ടു എന്നുള്ളതാണ്. അന്നേരം അതിന് തീർച്ചയായിട്ടും നമുക്കൊരു സപ്പോർട്ട് സിസ്റ്റം വേണം, ഒരു സപ്പോർട്ട് നമ്മളെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമുക്ക് വേണം. അന്നേരം അതുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിത് പാസ്സാകാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അന്നേരം ഇനി നമ്മൾ നെക്സ്റ്റ് കോമൺ ആയിട്ട് നമുക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഇത് എല്ലാ ആളുകൾക്കും പറ്റുമോ? കൊമേഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് +2 ഭയങ്കര മാർക്കുള്ള, +2 ഒരു സ്കൂൾ ടോപ്പർ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ ഇത് പറ്റത്തുള്ളൂ? അങ്ങനെയൊന്നുമില്ല. അതായത് ഇവിടെ അൾട്ടിമേറ്റ്ലി മാറ്റർ ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് +2 വരെ നിങ്ങൾക്ക് എന്ത് മാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതോ, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾ എക്സാമിൽ നിങ്ങൾ എത്ര മാർക്കൊക്കെ വെച്ച് നിങ്ങൾ സ്കോർ ചെയ്തത് എന്നുള്ളതൊന്നുമല്ല. മറിച്ച് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇടാൻ പറ്റുമോ? നമ്മളൊരു സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമുക്ക് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ നിന്നുകൊണ്ട് നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇടാൻ പറ്റുമോ, കൃത്യമായിട്ട് പഠിച്ച് മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് ഇവിടെ നമ്മുടെ മുമ്പിലുള്ള ഒരു ചോദ്യം. അത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നതിനകത്ത് നമ്മൾ അങ്ങനെ പേടിച്ച് പുറകോട്ട് മാറി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഇനി അഗെയിൻ നമ്മളിപ്പോ ഒരു സയൻസ് കഴിഞ്ഞ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് കഴിഞ്ഞ ഒരു സ്ട്രീമിലുള്ള ആളുകൾക്ക് പറ്റിയ ഒരു കോഴ്സാണോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 3 സ്റ്റേജുകളായിട്ടാണ് ഈ CA കോഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അതായത് നമുക്ക് +2 കഴിഞ്ഞ പാടെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലേക്ക് വരുന്നതെങ്കിൽ ഇനിഷ്യലി നമുക്ക് ഫൗണ്ടേഷൻ സ്റ്റേജ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഫൗണ്ടേഷന് ശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും. ഇന്റർമീഡിയറ്റിന് ശേഷം നമ്മൾ ഫൈനൽ സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യും. ഈ ഇന്റർമീഡിയറ്റ് സ്റ്റേജിന്റെയും ഫൈനൽ സ്റ്റേജിന്റെ ഇടയിൽ നമ്മൾ ഒരു 2 വർഷം ഒരു പ്രാക്ടീസിംഗ് ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെ വർക്ക് ചെയ്ത് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നേടിയതിനു ശേഷമായിരിക്കും ഫൈനൽ എക്സാമിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. ഈ 3 സ്റ്റേജിലും നമ്മൾ കവർ ചെയ്യുന്ന സബ്ജക്ട്സ് ഞാൻ റഫായിട്ട് പറഞ്ഞു. നമ്മൾ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ബിസിനസ് ലോയിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, ഇനി അതേപോലെ തന്നെ ഓഡിറ്റിംഗ്, ടാക്സേഷൻ, ഇത്തരത്തിലുള്ള പേപ്പേഴ്സ് ആണ് നമ്മൾ മെയിൻലി ഡീൽ ചെയ്യുന്നത്. ഇതിനകത്ത്
ഓൾമോസ്റ്റ് എല്ലാ പേപ്പറുകളും എക്സെപ്റ്റ് അക്കൗണ്ടിങ്, ബാക്കി എല്ലാ പേപ്പറുകളും കൊമേഴ്സ് ആണെങ്കിലും സയൻസ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ 3 സ്ട്രീമുകൾക്കും കമ്പാരിറ്റീവ്ലി ഒരു പുതിയൊരു സബ്ജക്ട് തന്നെയാണ്, നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരു സബ്ജക്ട് തന്നെയാണ്. ആകെ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു സ്റ്റുഡൻസിന് എപ്പോഴും ശരിക്കും പറഞ്ഞ ഒരു അപ്പർ ഹാൻഡ് ഉണ്ടായിരിക്കുക തീർച്ചയായിട്ടും ഒരു അക്കൗണ്ടിങ് ആസ്പെക്ട് ആണ്. കാരണം അക്കൗണ്ടിങ് എന്ന് പറയുന്ന പേപ്പർ സയൻസോ അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസോ പഠിച്ച സ്റ്റുഡൻസ് അവർ ഇതിന് മുന്നേ ഡീൽ ചെയ്തിട്ടില്ല. അന്നേരം ആ ഒരു പേപ്പറിൽ മാത്രമാണ് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നേരെ വരുന്ന ഒരു സ്റ്റുഡന്റ് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ടത് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആകേണ്ടത്. അന്നേരം അവിടെയും നമ്മൾ ഒരു ഫൗണ്ടേഷൻ എക്സാം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം കാലയളവ് നമ്മൾ പഠിച്ചതിന് ശേഷമാണ് നമ്മളൊരു എക്സാം നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. അന്നേരം ആ ഒരു പീരീഡിനുള്ളിൽ നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളെ മെന്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് ട്രെയിനേഴ്സ് നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അക്കൗണ്ട്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കി എടുക്കുക, അതിനകത്ത് അല്ലെങ്കിൽ അക്കൗണ്ട്സിന്റെ കോൺസെപ്റ്റ്സ് പക്കയാക്കുക, ഫൗണ്ടേഷൻ പക്കയാക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അന്നേരം ഇനി അഗെയിൻ കാരണം ഇപ്പോഴാണ് ആക്ച്വലി ഈ കൊമേഴ്സ് കഴിഞ്ഞ് CA പോകുന്ന ആളുകളുടെ എണ്ണം കൂടിയത്. കാരണം നമുക്കറിയാം ഈ കൊമേഴ്സ് എന്ന് പറയുന്ന ഒരു സ്ട്രീം തന്നെ പോപ്പുലർ ആയിട്ട് അധികം നാളുകളായിട്ടില്ല. ഈവൻ നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് പോലും കൊമേഴ്സ് പണ്ട് അത്ര ഒരു നല്ലൊരു സ്ട്രീം അല്ല, നല്ല രീതിയിൽ പഠിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ സയൻസ് സ്ട്രീം എടുക്കുന്ന ഒരു രീതിയായിരുന്നു കുറച്ചു കാലം മുമ്പ് വരെ ഉണ്ടായിരുന്നത്. അന്നേരം ആ ഒരു സ്റ്റേജിൽ ഡെഫിനറ്റ്ലി ഈ സയൻസ് കഴിഞ്ഞ സ്റ്റുഡൻസ് തന്നെയാണ് മജോറിറ്റി ആളുകളും CA വന്നുകൊണ്ടിരുന്നത്. അതായത് ഇൻക്ലൂഡിങ് ഇപ്പം ഞാൻ ട്രെയിൻഡ് ആയ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അദ്ദേഹം BSc കെമിസ്ട്രി കഴിഞ്ഞിട്ട് CA വന്ന ഒരാളാണ്. അതേപോലെ തന്നെ BSc മാത്സ് കഴിഞ്ഞ, BSc ഫിസിക്സ് കഴിഞ്ഞ പല ആളുകളായിരുന്നു അന്നത്തെ കാലത്ത്. ഇപ്പം ഈ ഒരു ജനറേഷൻ അല്ല, ഇതിന് മുമ്പത്തെ ജനറേഷനിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഒട്ടുമിക്ക ആളുകളും ആക്ച്വലി സയൻസ് സ്ട്രീം കഴിഞ്ഞിട്ട് CA വന്ന ആളുകളാണ്. കാരണം അന്ന് കൊമേഴ്സ് അത്ര സീരിയസ് ആയിട്ട് പഠിക്കുന്ന ആളുകളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോഴാണ് കുറച്ചും കൂടെ കൊമേഴ്സിനൊക്കെ ഒന്ന് സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം കൂടിയത്. അന്നേരം ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഓക്കെ പല കുട്ടികളും 10ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ ഓക്കെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവണം, CA കോഴ്സ് അല്ലെങ്കിൽ തരത്തിലുള്ള കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള, കൊമേഴ്സ് ഓറിയന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽ കോഴ്സ് ഓപ്റ്റ് ചെയ്യണം എന്നുള്ള ഇത് നേരത്തെ തന്നെ തീരുമാനിച്ച് കൊമേഴ്സ് ചൂസ് ചെയ്ത് CA പോലുള്ള പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് കടന്നു വരുന്നത്. അന്നേരം സയൻസ് സ്ട്രീം അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് സ്ട്രീമിലുള്ള ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ പോലും അവർക്കും ഇതങ്ങനെ അൺഅച്ചീവബിൾ ആയിട്ടുള്ള ഒരു കാര്യമൊന്നുമില്ല. ആകെ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജിൽ നമ്മൾ പ്രോപ്പറായിട്ട് അക്കൗണ്ട്സിന്റെ ബേസിക്സ് ക്ലിയർ ആക്കി, ഫൗണ്ടേഷൻ ക്ലിയർ ആക്കി നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് CA കോഴ്സിന് ഈസിലി നമുക്ക് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ CAന്റെ സ്റ്റഡി എൻവയൺമെന്റിനെ കുറിച്ച് പറഞ്ഞു. എനിക്ക് തോന്നുന്നു അവിടെയാണ് IIT പ്രൊഫഷണൽ ക്യാമ്പസ് അല്ലെങ്കിൽ IIT ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ഞാൻ പലപ്പോഴും ഒരു ഫാക്കൽറ്റി എന്നുള്ള രീതിയിലും പലപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം IIT എനിക്ക് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നതും തീർച്ചയായിട്ടും അവിടുത്തെ ഒരു എൻവയൺമെന്റ് ആണ്. കാരണം ഇപ്പം IIT പ്രൊഫഷണൽ ക്യാമ്പസിനെ കുറിച്ച് ഓൾറെഡി ഫെമിലിയർ ആയിട്ടുള്ള ആളുകൾക്ക് അറിയായിരിക്കും. ഹോസ്റ്റൽ ഫെസിലിറ്റിയിലൊക്കെ പ്രോപ്പറായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു ക്ലാസ്സിൽ നിന്ന് പഠിപ്പിച്ച് വിടുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഹോസ്റ്റലിൽ പോയി കഴിഞ്ഞാലും ഇവർ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ളത് എൻഷുർ ചെയ്യുന്ന, ഉറപ്പ് വരുന്ന ഒരു സിസ്റ്റമാണ് IIT ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയായിരിക്കും ഇത്രയും നാളുകളായിട്ടും IIT അല്ലെങ്കിൽ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സക്സസ് ആയിട്ട് മുമ്പോട്ട് പോകുന്നത്. കാരണം 2005 എങ്ങാണ്ടാണ് IIT സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ 2005 തൊട്ട് അപ്രോക്സിമേറ്റ്ലി ഒരു 10-20 കൊല്ലമായിട്ട് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നല്ല രീതിയിൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇതിന്റെ ഒരു ലീഡിങ് ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനും പലപ്പോഴും IIT അസോസിയേറ്റ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മള് ഏതൊരു സബ്ജക്റ്റിനാണെന്നുണ്ടെങ്കിലും അതിന്റെ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന്, അപ്പം അതിന്റെ ഒരിക്കലും ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ അതിന്റെ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ടുവന്ന് സ്റ്റുഡൻസിന് അതിന്റെ കറക്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ കറക്റ്റ് കരിക്കുലം ഡെലിവർ ചെയ്യുന്നതിനകത്ത് IIT എപ്പോഴും ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട്. അന്നേരം അത് മറ്റ് പല കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും ഞാൻ അസോസിയേറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഓക്കെ എങ്ങനെയെങ്കിലും ഒക്കെ ഓടിച്ചു വിട്ടൊരു ബാച്ച് തീർക്കുക, എങ്ങനെയെങ്കിലും ഈ കോഴ്സ് ഓടിച്ചു വിട്ട് തീർക്കുക എന്നുള്ള ആ ഒരു അപ്രോച്ച് പല സ്ഥലങ്ങളിലും എടുക്കുന്ന സ്ഥാനത്ത് IIT ആ ഒരു കോഴ്സ് കൃത്യമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, നമ്മൾക്ക് എന്താണോ പഠിക്കാനുള്ളത് അത് കൃത്യമായിട്ടും ഈ സ്റ്റുഡൻസിന് ഡെലിവർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിലോട്ട് നമ്മൾ കടന്നു വരുന്ന സമയത്ത് നമ്മൾ ക്ലാസ്സിൽ നിന്ന് പഠിക്കുന്നതിനെക്കാട്ടും കൂടുതൽ അല്ലെങ്കിൽ അതിനോടൊപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ എഫേർട്ട് നമ്മൾ പ്രോപ്പറായിട്ട് ഇടുക എന്നുള്ളത്. കാരണം ഈ ഒരു കോഴ്സിനകത്ത് സക്സസ്ഫുൾ ആയിട്ട് പുറത്ത് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ആസ്പെക്ട് മാത്രമാണ് തീർച്ചയായിട്ടും നമ്മൾ മുമ്പോട്ട് ഗൈഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എഫേർട്ട് നമ്മുടെ ഭാഗത്ത് നിന്ന് ഇടുക. അന്നേരം അത്
നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രോപ്പർ മെന്ററിംഗ് സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഒരു ഇതുവരെ സ്കൂളിൽ പഠിച്ച രീതിയിലോ അല്ലെങ്കിൽ മേ ബി കോളേജിൽ പഠിച്ച ഒരു രീതിയിലോ നമ്മൾ മുമ്പോട്ട് പോകുന്ന സമയത്ത് അവിടെ നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഇവാലുവേഷൻ ടെസ്റ്റുകളുണ്ട്, നമ്മൾ എക്സാംസ് ഫ്രീക്വന്റ് ആയിട്ട് കണ്ടക്ട് ചെയ്യാറുണ്ട്. അന്നേരം ആ ഒരു എൻവയൺമെന്റിൽ നിന്ന് നമ്മളൊരു ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ നമ്മളോട് ചോദിക്കാൻ ആരുമില്ല, നമ്മൾ ഏതോ കോഴ്സിന് പോകുന്നു, ആ കോഴ്സ് പഠിക്കുന്നു, തിരിച്ചിറങ്ങുന്നു. ആ ഒരു രീതിയിലോട്ട് പോകുമ്പോഴാണ് പല സ്റ്റുഡൻസും ഈ ഒരു CA കോഴ്സിലോട്ട് വരുമ്പോഴത്തേക്കും ഒരു ഫെയിലിയറിലോട്ട് പോകുന്നത്. കാരണം ഇപ്പം നിസ്സാരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും ഇപ്പം ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു 2 മാസം ഒരു ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 2 മാസം ബ്രേക്ക് എടുത്ത് ഒരു സമ്മർ വെക്കേഷന് ശേഷം നമ്മൾ വീണ്ടും പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് പണ്ടത്തെ പോലെ പഠിക്കാൻ പറ്റുന്നില്ല, ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഒക്കെ വരും. ഈവൻ നമ്മളിപ്പോൾ ഒന്ന് എഴുതുന്ന സമയത്ത് പോലും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഉൾപ്പെടെ മാറിയിട്ടുണ്ടായിരിക്കും. അന്നേരം അതാണ് ഒരു 2 മാസം ഒരു സ്റ്റഡീസിൽ ബ്രേക്ക് വന്നാൽ തന്നെ നമ്മുടെ സ്റ്റഡീസിന് അതുപോലെ അഫക്ട് ചെയ്യും. അന്നേരം ആ ഒരു സ്ഥാനത്താണ് പല സ്റ്റുഡൻസും ഞാൻ പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ആസ് എ ഫാക്കൽറ്റി പലപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, ഇവര് +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, CA കോഴ്സിലോട്ട് ചൂസ് ചെയ്യുന്നു, CA കോഴ്സ് ചൂസ് ചെയ്യുന്നു. ഇത് പഠിക്കുന്ന സമയത്ത് ഒരു ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സാണ്, ആരും നമ്മളോട് ചോദിക്കാനില്ല എന്നുള്ള ഒരു ഇതില് ആ ഒരു പഠിത്തം വിടുന്നു. ലൈക്ക് എക്സാം വരുന്ന സമയത്ത് പഠിക്കുക എന്നുള്ള രീതിയിലോട്ട് വരുന്നു. അന്നേരം ആ ഒരു ബ്രേക്ക് വന്നു കഴിയുമ്പോഴാണ് നമ്മളിനി ടുവാർഡ്സ് എക്സാമിന്റെ അടുത്തോട്ട് വരുമ്പോഴത്തേക്കും വേണ്ടത്ര രീതിയിൽ അല്ലെങ്കിൽ വേണ്ട രീതിയിൽ നമുക്ക് ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് പഠിച്ച് തീർക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് ആയതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പഠിക്കാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കവർ ചെയ്ത് തീർക്കാനുണ്ട്. ഇത് നമുക്ക് ലാസ്റ്റ് മിനിറ്റ് നമുക്ക് തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അന്നേരം നമുക്ക് വേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ ത്രൂ ഔട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെന്ററിംഗ് സിസ്റ്റം, ത്രൂ ഔട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റഡി എൻവയൺമെന്റ് നമുക്ക് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അന്നേരം ഇത്തരം കാര്യങ്ങളാണ് നമ്മളൊരു CA കോഴ്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ആ ഒരു ഈ കോഴ്സിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത്, മുമ്പോട്ട് പോകുന്ന സമയത്ത് നമ്മൾ ഏത് രീതിയിൽ ഇതിനെ അപ്രോച്ച് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡീസ് നമ്മൾ ഏത് രീതിയിലാണ് പ്ലാൻ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് ആ ഒരു ഇനി നമ്മൾ പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പഠിക്കുന്ന ഒരു കോച്ചിങ് പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ക്വാളിറ്റി ഉള്ള ഫാക്കൽറ്റീസ് ആണ് പഠിപ്പിക്കുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതേപോലെ തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ് വന്ന് പഠിപ്പിച്ച് പോവുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് പഠിക്കാനുള്ള, അതായത് ക്ലാസ്സിന് ശേഷം നമ്മൾ വേണ്ടത്ര രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്റ്റഡി എൻവയൺമെന്റ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ അവിടെ ഉറപ്പുവരുത്തുക. ഇനി അതേപോലെ തന്നെ ആ ഒരു എഫേർട്ട് നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുക. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതുവരെയുള്ള മാർക്കോ അല്ലെങ്കിൽ ഇതുവരെ നമ്മൾ സ്കൂളിൽ എങ്ങനെയാണ് പഠിച്ചത്, സ്കൂളിൽ എത്രയാണ് മാർക്ക് സ്കോർ ചെയ്തത് എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഇനി നമ്മൾ എങ്ങനെയാണ് എഫേർട്ട് ഇട്ടത് എന്നുള്ളതായിരിക്കും അവിടെ കൂടുതൽ മാറ്റർ ചെയ്യാൻ പോകുന്നത്. ഇനി നമ്മൾ ഫർദർ ഡീറ്റെയിൽസ് പറയുന്നതിന് മുന്നേ നിലവിൽ നമ്മളിപ്പം ഈ ഒരു മീറ്റിംഗിൽ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഏതെങ്കിലും ഏരിയയിൽ എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്നും ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് അഡ്രസ് ചെയ്ത് നമുക്ക് മുമ്പോട്ട് സംസാരിച്ചു പോവാം. എന്തെങ്കിലും ചോദിക്കേണ്ടതുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാവോ? സ്റ്റുഡൻസിന് ഡൗട്ട്സ് എന്തെങ്കിലും സാറുമായിട്ട് ഡിസ്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാൻ പറ്റിയ ഒരു അവസരമാണ്. ദേവനന്ദ എന്തെങ്കിലും ചോദിക്കുമായിരുന്നോ? ഓക്കെ സർ, ഞാനൊരു കോമൺ ചോദ്യം ഒന്ന് ചോദിക്കുകയാണ്. പൊതുവെ നമ്മളിപ്പം കുട്ടികളായിട്ട് പ്രത്യേകിച്ചും കൊമേഴ്സ് സ്റ്റുഡൻസിനിടയിലാണെങ്കിൽ പോലും ഇപ്പോഴും CA എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ഡിഗ്രിക്ക് ശേഷം ചെയ്യാം, അതാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ മാറ്റി വെക്കുന്നതായിട്ട് കാണുന്നുണ്ട്. സാറിന്റെ ഒരു ഒപ്പീനിയനിൽ +2 ആണോ ഡിഗ്രി ആണോ റൈറ്റ് ടൈം CA ചൂസ് ചെയ്യാൻ? അതായത് നമുക്ക് 2 രീതിയിൽ നമുക്ക് ഈ ഒരു CA കോഴ്സിന് നമുക്ക് അപ്രോച്ച് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ഒന്നെന്നുണ്ടെങ്കിൽ നമുക്ക് +2 കഴിഞ്ഞ് ഡയറക്ട്ലി നമ്മളൊരു ഫൗണ്ടേഷൻ എക്സാം എഴുതുന്നു. ഫൗണ്ടേഷൻ എക്സാം എഴുതിയതിന് ശേഷം നമ്മൾ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലേക്ക് പോകുന്നു. ഇന്റർമീഡിയറ്റ് സ്റ്റേജിന് ശേഷം പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുത്തതിന് ശേഷം ഫൈനൽ സ്റ്റേജിലേക്ക് പോകുന്നു. ഇതാണ് ഒരു റൂട്ട് ഉള്ളത്. ഇനി രണ്ടാമത് നമുക്കൊരു റൂട്ട് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ ഇൻ കേസ് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ ഒരാളാണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ എക്സാം എഴുതാതെ തന്നെ ഡയറക്ട്ലി നമുക്ക് ഇന്റർമീഡിയറ്റ് റൂട്ടിലേക്ക് പോയി സബ്സിക്വന്റ്ലി പ്രാക്ടിക്കൽ ട്രെയിനിങ് എടുക്കുന്നു ആൻഡ് ഫൈനൽ എക്സാം എഴുതുന്നു, CA ക്വാളിഫൈ ആകുന്നു. ഈ 2 റൂട്ട് നമുക്ക് അവൈലബിൾ ആണ്.
അന്നേരം ഡിഗ്രി കഴിഞ്ഞ ഒരു സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു മെച്ചം എന്ന് വെച്ചാൽ ഓക്കെ ഡെഫിനറ്റ്ലി ഫൗണ്ടേഷൻ എക്സാം ആ ഒരു എക്സാം എഴുതണ്ട എന്നുള്ളൊരു ഡെഫിനറ്റ് ആനുകൂല്യം അവർക്കുണ്ട്. അന്നേരം ആ രീതിയിൽ അവർക്ക് ഡയറക്ട്ലി ഈ ഡയറക്ട് എൻട്രി റൂട്ട് എന്നാണ് നമ്മൾ അതിന് സാധാരണ രീതിയിൽ പറയുന്നത്. ആ ഒരു രീതിയിൽ അവർക്ക് ഇതിന് മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി നമ്മൾ പ്ലസ് ടു കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പ്രിഫറബിളി ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ഡിഗ്രി എടുത്ത് ഡിഗ്രിയിൽ നമ്മൾ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രോക്സിമേറ്റ്ലി നമുക്ക് ഒരു 3 വർഷം നമുക്ക് പിന്നീട് സ്പെൻഡ് ആവുന്നു. 3 വർഷത്തിന് ശേഷം നമ്മൾ വീണ്ടും സി എയിലേക്ക് വരിക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഡയറക്ട്ലി സി എ കോഴ്സിലേക്ക് വരിക എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡിഗ്രി കോഴ്സിലേക്ക് പോകുന്ന സമയത്ത് പലപ്പോഴും കാണുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് ആ ഒരു പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ എടുക്കാനുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു ഡൈല്യൂഷൻ വരുന്നത് പല സമയത്തും കാണാറുണ്ട്. കാരണം പലപ്പോഴും ഇവര് ഡിഗ്രി എടുക്കുന്നത് അല്ലെങ്കിൽ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നത് ഓക്കെ ഇത് സി എ കുറച്ച് പാസ്സാകാൻ പാടാണ്, സി എ റിസ്ക് ആണ്, ഇതാകുമ്പോഴത്തേക്ക് ഡിഗ്രി എങ്കിലും ഉണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇവര് ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ടാണ് ആക്ച്വലി പല സ്റ്റുഡൻസും ഡിഗ്രീനെ ചൂസ് ചെയ്യുന്നത്. പക്ഷേ ഈ ബാക്കപ്പ് ഓപ്ഷൻ എന്നുള്ള രീതിയിൽ ഡിഗ്രി ചൂസ് ചെയ്തതിന്റെ പേരിലും നമുക്ക് ആക്ച്വലി എന്ത് ബെനിഫിറ്റ് ആണോ ഉള്ളതെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രിയിൽ നമ്മൾ വേണ്ടത്ര കാര്യങ്ങൾ, കാരണം ഒരു നമ്മുടെ ഇന്നത്തെ ഒരു ലോകത്തില് ഇപ്പം എന്തെങ്കിലും ഒരു ഡിഗ്രി ഉള്ളതിന്റെ പേരിൽ നമുക്കൊരു ജോലി കിട്ടുക, നമുക്കൊരു ഹൈലി പെയ്ഡ് ജോബ് ഉണ്ടാവുക എന്നുള്ളതല്ല. നമ്മുടെ ഡിഗ്രീനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ക്വാളിഫിക്കേഷൻ ആണ് നേടിയെന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ നമുക്ക് എന്ത് സ്കില്ലാണുള്ളതെന്നുള്ളതാണ് കൂടുതൽ ഇമ്പോർട്ടന്റ്. അവിടെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സുകളുടെ റെലവൻസ്. കാരണം നമ്മൾ പ്രൊഫഷണൽ കോഴ്സിൽ നമ്മൾ പ്രോപ്പറായിട്ട് ട്രെയിൻഡ് ആയി നമ്മൾ പഠിക്കുന്ന കാര്യം എന്താണോ, നമ്മൾ അക്കൗണ്ട്സ് പഠിക്കുന്നു അല്ലെങ്കിൽ ടാക്സ് പഠിക്കുന്ന കാര്യം എന്താണോ അത് വെച്ച് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു അഡ്വൈസറി റോളിൽ നമുക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ആക്ച്വലി നമ്മൾ വാല്യുബിൾ ആയിട്ടുള്ള ഒരു റിസോഴ്സ് ആവുന്നത്. അപ്പോഴാണ് നമ്മൾ പെയ്ഡ് ആവുന്നത്, നമ്മൾ ഹൈലി പെയ്ഡ് ആവുന്നത്. പക്ഷേ പലപ്പോഴും ഡിഗ്രി കോഴ്സ് കഴിയുന്ന ഒരു സ്റ്റുഡന്റ് വേണ്ടത്ര രീതിയിൽ അവർ ട്രെയിൻഡ് ആകുന്നുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. ഇൻക്ലൂഡിങ് എൻ്റെ ഒരു സ്ഥാപനത്തിൽ തന്നെ ബികോം യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് എൻ്റെ ഒരു സ്റ്റാഫാണ്. പക്ഷേ അപ്പം ഞാൻ അവർക്കൊരു സാലറി ആയിട്ട് ഞാൻ കൊടുക്കുന്നത് 10,000 ആണ് സാലറി ആയിട്ട് കൊടുക്കുന്നത്. ഈവൻ ശരിക്കും പറഞ്ഞാൽ ഒരു 10,000 സാലറി ആയിട്ട് കൊടുക്കാനുള്ള ആ ഒരു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജോബ് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു സ്കില്ല് പോലും ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡർ ആയിട്ട് പോലും ഒരു വേണ്ടത്ര രീതിയിൽ ട്രെയിൻഡ് ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരു 10,000 പോലും ഓക്കെ ലൈക്ക് അറ്റ്ലീസ്റ്റ് അവരുടെ എക്സ്പെൻസ് എങ്കിലും മീറ്റ് ആകണ്ടേ, ബാക്കി ട്രെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തതിനു ശേഷം സാലറി കൂട്ടി കൊടുക്കാം എന്നുള്ള രീതിയിലാണ് അറ്റ്ലീസ്റ്റ് ഒരു 10,000 എങ്കിലും കൊടുക്കുന്നത്. ഒരു 10,000 സാലറി കൊണ്ട്, അതായത് ഒരു യൂണിവേഴ്സിറ്റി റാങ്ക് ഹോൾഡറുടെ കാര്യമാണ് പറയുന്നത്, അതായത് ഒരു 10,000 സാലറി കൊണ്ട് ഇന്നത്തെ ഒരു ലോകത്ത് നമുക്ക് നമ്മുടെ എന്ത് കാര്യം നടക്കും എന്നുള്ളത് ആക്ച്വലി നമ്മളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അന്നേരം ഫസ്റ്റ് തിങ് നമ്മൾ ഈ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഡിഗ്രീനെ കണ്ടതുകൊണ്ട് നമുക്ക് എന്താണ് ശരിക്കും മെച്ചം ഉണ്ടെന്നുള്ളത് നമ്മൾ ആക്ച്വലി ചിന്തിച്ചു നോക്കണം. ഇനി രണ്ട്, നമ്മൾ സി എ എന്ന് പറഞ്ഞൊരു കോഴ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സ് നമുക്ക് വേണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അനാവശ്യമായിട്ട് ശരിക്കും പറഞ്ഞ ഒരു 3 years നമ്മൾ അവിടെ കളയുവാണ്. ഈ 3 years കളയുന്നു. നമ്മൾ മേ ബി ഒരു 21-22 വയസ്സിന് ശേഷം നമ്മൾ സി എ കോഴ്സ് അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങുന്നു. കാരണം പിന്നെയും നമുക്ക് സി എ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈം കിടക്കുവാണ്. കാരണം ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് മെന്റൽ പ്രഷർ വരുന്ന ഒരു ടൈം കൂടെയാണ്. കാരണം നമ്മുടെ കൂടെയുള്ള ആൾക്കാർ ഹൈലി പെയ്ഡ് അല്ലെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ജോലിക്ക് കയറുന്നു. ആ സമയത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും പല സൈഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരും, ഓക്കെ ജോലിക്ക് ഒന്നും കയറിയില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ വരും. എന്നാലും നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ഇനി അഗൈൻ ഈവൻ ഒരു പാസ് പെർസെൻറ്റേജ് എടുക്കുന്ന സമയത്തും പലപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, ഒരു +2 കഴിഞ്ഞ് ഡയറക്ട്ലി ഈ ഒരു കോഴ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസ് ഈ ഒരു കോഴ്സിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. കാരണം നമ്മൾ കോളേജുകളുടെ രീതി നമുക്കറിയാം. കാരണം സ്റ്റഡീസിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. അവർ വേണ്ടത്ര, അന്നേരം അവരുടെ ആ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡിലൊക്കെ പലപ്പോഴും ഈ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞ് വരുന്ന സമയത്ത് ഒരു ഭയങ്കര ഒരു ഡൈല്യൂഷൻ സംഭവിക്കുന്ന പോലെ നമുക്ക് തോന്നിയിട്ടുണ്ട്. അന്നേരം ഇനി ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസിന് സി എ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും എന്നുള്ള രീതിയിലല്ല പറയുന്നത്. ഡെഫിനറ്റ്ലി നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് യാതൊരു വിഷയമുള്ള കേസല്ല. പക്ഷെ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് ഒരു ഡൈല്യൂഷൻ സംഭവിക്കാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഈ ഡിഗ്രി കോഴ്സിൽ പോകുമ്പോഴത്തേക്കും, ഒരു കോളേജിലത്തെ ഒരു എൻവയൺമെന്റിലോട്ട് ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ ഒരു ലേണിംഗ് ആറ്റിറ്റ്യൂഡിൽ അല്ലെങ്കിൽ നമ്മുടെ ഓക്കെ പഠിക്കണം, ഒരു നല്ലൊരു കോഴ്സ് അല്ലെങ്കിൽ നമ്മൾ നല്ലൊരു ക്വാളിഫിക്കേഷൻ നേടിയെടുക്കണം എന്നുള്ളൊരു ആ ഒരു ആറ്റിറ്റ്യൂഡിനകത്ത് പലപ്പോഴും ഒരു ഡൈല്യൂഷൻ സംഭവിക്കുന്നത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും +2 കഴിഞ്ഞ് ഡയറക്ട്ലി ഒരു സി എ കോഴ്സിലോട്ട് വരുന്ന സ്റ്റുഡൻസ് പല സിറ്റുവേഷൻസിലും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അന്നേരം നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒന്ന് ചുരുക്കി അതിന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ് ഇതിനകത്തോട്ട് വരുന്ന ഒരു സ്റ്റുഡൻസ് തീർച്ചയായിട്ടും
നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഡിഗ്രി കോഴ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതിയിലായിരിക്കരുത് ഇതിനെ അപ്രോച്ച് ചെയ്യുന്നുണ്ടത്. നല്ലൊരു സ്റ്റഡി എൻവയൺമെന്റിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ജോയിൻ ചെയ്യുന്ന സ്റ്റഡി എൻവയൺമെന്റ് ഏത് തന്നെ ആയിക്കോട്ടെ, ആ ഒരു സ്റ്റഡി എൻവയൺമെന്റിന്റെ കൂടെ നിന്നുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് ഇട്ട് ലാസ്റ്റ് മിനിറ്റത്തേക്ക് വെക്കാതെ കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് പ്ലാൻ ചെയ്ത് നമ്മൾ ഈ ഒരു കോഴ്സിനെ അപ്രോച്ച് ചെയ്യണം. ഇനി +2 കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഇത് എടുക്കണോ അതോ ഡയറക്ട്ലി ഈ ഒരു കോഴ്സിലേക്ക് ചൂസ് ചെയ്യണോ എന്നുള്ളത് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പ്രിഫറബിളി ഡയറക്ട്ലി CA പ്രോഗ്രാം ചൂസ് ചെയ്യുക. ഇതിന്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാരലി BCom ഡിസ്റ്റൻസ് ആയിട്ടോ മറ്റോ നമുക്ക് പാരലി BComനെ നമുക്ക് ഇതിന്റെ കൂടെ ചെയ്യുകയും ചെയ്യാം. കാരണം നമ്മളൊരു സിലബസ് വൈസ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ BComൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളുടെ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമ്മൾ CA ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ തന്നെ നമ്മൾ പഠിക്കുന്നത്. അന്നേരം പലപ്പോഴും നമ്മുടെ കൂടെ ഇപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പോലും ഞാനും എൻ്റെ CA +2 കഴിഞ്ഞ് ഡയറക്ട്ലി CA കോഴ്സിലേക്ക് വന്ന ഒരാളാണ്. ഞാനും ഈ CAന്റെ കൂടെ തന്നെ BCom ചെയ്ത ഒരാളാണ്. പലപ്പോഴും നമ്മൾ BCom എക്സാമിന് നമ്മൾ വായിക്കാതെ പോലും പോയിട്ട് എക്സാം എഴുതുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇതിന്റെ അഡ്വാൻസ് സാധനം ഓൾറെഡി CA ഇന്റർമീഡിയറ്റിൽ നമ്മൾ പഠിച്ചതാണ്. അന്നേരം CAന്റെ കൂടെ BCom ഇതിന്റെ കൂടെ പാരലായിട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അന്നേരം പ്രിഫറബിളി ഞാനിപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് ഡയറക്ട്ലി ഗോ ഫോർ CA ഇൻസ്റ്റെഡ് ഓഫ് നമ്മളൊരു 3 years വീണ്ടും അതിന് സ്പെൻഡ് ചെയ്ത് CA കോഴ്സിലോട്ട് പോകുക എന്നുള്ളതിനെക്കാട്ടിലും കൂടുതൽ ഡയറക്ട്ലി CA കോഴ്സ് ജോയിൻ ചെയ്യുക. അതിന്റെ കൂടെ പാരലി ഒരു ഡിഗ്രിയും കൂടെ എടുത്തു വെക്കുക. ഇൻ കേസ് ഓക്കെ ഒരു ഡിഗ്രിയും കൂടെ വേണം എന്നുള്ളൊരു മെന്റൽ ഒരു ഫീലിംഗ് ഉള്ള ആളുകൾ പാരലി അതിന്റെ കൂടെ BCom എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ എപ്പോഴും അഡ്വൈസ് ചെയ്യുക. വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? സർ അതുപോലെ ഇപ്പോൾ കൊമേഴ്സുകാരെക്കാളും ഇപ്പൊ കമ്പയർ ചെയ്യുകയാണെങ്കിൽ സയൻസ് സ്ട്രീം സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചൂസ് ചെയ്യുന്ന ഒരു കോഴ്സായി മാറിയിരിക്കുകയാണ് കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സസ് എന്ന്. അപ്പൊ അവരിതിലേക്ക് വരുമ്പം അവർക്ക് എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ ഒരു ടഫ്നെസ്സോ അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അതോ അത് ക്ലിയർ ചെയ്ത് തന്നെയാണോ തുടക്കത്തിലേ നമ്മൾ പോകുന്നത്? അതെ, അതായത് നമ്മളിപ്പം മറ്റ് സ്ട്രീമുകളിലോട്ട് വരുമ്പോഴത്തേക്കും സയൻസ് സ്ട്രീമിനകത്തോട്ടൊക്കെ നമ്മൾ വരുമ്പോഴത്തേക്കും, കാരണം സയൻസ് സ്ട്രീം കഴിഞ്ഞ് നോർമലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻ ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. അന്നേരം ഇപ്പം ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ട്രെൻഡ് ഭയങ്കരമായിട്ടുണ്ട്. അതായത് സയൻസ് സ്ട്രീം കഴിഞ്ഞതിന് ശേഷവും ഈ കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സായി CAയിലേക്ക് വരുന്ന ഒരു ട്രെൻഡ് നമ്മൾ ഭയങ്കരമായിട്ട് കാണുന്നുണ്ട്. മേ ബി സയൻസ് കഴിഞ്ഞിട്ടുള്ള ഹൈലി പെയ്ഡ് ആയിട്ടുള്ള ജോബുകൾ, അതായത് ഇപ്പം നമ്മുടെ എഞ്ചിനീയറിംഗ് ആയിക്കോട്ടെ മെഡിക്കൽ പ്രൊഫഷൻ ആയിക്കോട്ടെ, ഇതെല്ലാം കൂടുതൽ കോമ്പറ്റിറ്റീവ് ആയതുകൊണ്ടായിരിക്കാം എന്നും കൂടെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഇനിയിപ്പം എഞ്ചിനീയറിംഗ് കോഴ്സ് ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും അവിടെയൊക്കെ ഒരു പരിധി വരെ ആവശ്യത്തിൽ കൂടുതൽ എഞ്ചിനീയേഴ്സ് വന്ന് ആ ഒരു ഇൻഡസ്ട്രി ചെറുതായിട്ട് കുറച്ചൊന്ന് ഡൗൺ ആയിട്ടുണ്ട്. ഈവൻ മെഡിക്കൽ പ്രൊഫഷണൽ പോലും അങ്ങനെ ഒരു ട്രെൻഡ് മെല്ലെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അന്നേരം അതുകൊണ്ടുകൂടി ആയിരിക്കാം മേ ബി ഈ ഒരു നമ്മുടെ ഒരു കൊമേഴ്സ് പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് സയൻസ് സ്ട്രീമിൽ നിന്നും കൂടെ ആളുകൾ വരുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവിടെ നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റ് സ്റ്റുഡൻസുമായിട്ടല്ല, മറിച്ച് നമ്മളോട് തന്നെയാണ്. കാരണം നമ്മളിപ്പം ഇതിനകത്ത് പാസ്സാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ CA പോലെ ഒരു കോഴ്സ് പാസ്സാകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രാമത്തെ റാങ്ക് മേടിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ എക്സാം അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കവർ ചെയ്ത് നമ്മൾ കൃത്യമായിട്ട് അത് പാസ്സാവുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇതിനകത്ത് കൃത്യമായിട്ട് ചെയ്യേണ്ടത്. ഇനി അഗെയിൻ ഇതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്ക് ആകെ നമ്മൾ പഠിക്കുന്നതിനകത്തെ നമ്മൾ ഫൗണ്ടേഷൻ സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഇന്റർമീഡിയറ്റ് സ്റ്റേജിലാണെന്നുണ്ടെങ്കിലും ഫൈനൽ സ്റ്റേജിലാണെങ്കിലും ഈ 3 സ്റ്റേജിൽ നമുക്കൊരു പേപ്പർ വരുന്നുണ്ട്, അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞൊരു പേപ്പർ വരുന്നുണ്ട്. ഈ പേപ്പർ മാത്രമാണ് ഈ സയൻസ് സ്ട്രീമുകാർക്ക് മാത്രം ഒരു പുതിയതായിട്ടുള്ള ഒരു പേപ്പറായിട്ട് വരുന്നത്. കാരണം ബാക്കി എല്ലാ പേപ്പറും എല്ലാ ആളുകൾക്കും പുതിയതാണ്, അല്ലെങ്കിൽ ബാക്കി എല്ലാ സബ്ജക്റ്റുകളും സിലബസിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സ്ട്രീമിലും വരുന്ന ആളുകൾക്കും പുതിയത് തന്നെയാണ്. ഈ അക്കൗണ്ട്സിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ ഒരു കൊമേഴ്സ് സ്ട്രീമിൽ വരുന്ന ഒരു സ്റ്റുഡൻസിന് ചെറിയൊരു അഡ്വാൻറ്റേജ് ഉള്ളൂ. കാരണം അവർ +1 +2 അക്കൗണ്ട്സിന്റെ ബേസിക്സ് ഒക്കെ പഠിക്കുന്നുണ്ട്. അന്നേരം അതിന്റെ ഒരു കംഫർട്ടബിലിറ്റി അവർക്ക് കാണുമായിരിക്കും. പക്ഷെ അതും അങ്ങനെ ഒരു പാനിക് ചെയ്യേണ്ട ഒരു പേപ്പർ ഒന്നുമല്ല. കാരണം അക്കൗണ്ട്സ് അത്ര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ഒന്നുമല്ല. നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആക്ച്വലി CAന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ അത് നമ്മൾ പക്കയായിട്ട് ക്ലിയർ ആയതിനു ശേഷമാണ് നമ്മൾ ഇന്റർമീഡിയറ്റിലോട്ടും ഫൈനലിലോട്ടും നമ്മൾ പോകുന്നത്. അന്നേരം നമ്മൾ ആ ഒരു 6 മാസം അല്ലെങ്കിൽ 8 മാസം സ്റ്റഡി ജേർണിയിൽ നമ്മളിത് വളരെ ക്ലിയർ ആയിട്ട് അഡ്രസ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് മുമ്പോട്ട് പോകുന്നത്. അന്നേരം സയൻസ് സ്ട്രീമിൽ വരുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ പോലും അങ്ങനെ ഓക്കെ ഇത് കൊമേഴ്സുകാർക്ക് മാത്രം പറ്റിയ ഒരു കോഴ്സ് ആണെന്നുള്ള രീതിയിൽ പാനിക് ചെയ്ത് അപ്രോച്ച് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ?
മീറ്റിംഗ് മെസ്സേജിൽ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ട് കുട്ടി. ഏതാ ചാറ്റ് ബോക്സിലാണോ എവിടെയാ? അതെ സർ. Is it tough for a science background student to understand and clear subjects like auditing and accounts? ഓക്കെ. അതായത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പം അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് ഇപ്പം അത്ര ഒരു ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ഒന്നുമില്ല. നമ്മളിപ്പം ഡെഫിനറ്റ്ലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് തീർച്ചയായിട്ടും കൊമേഴ്സ് പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് തീർച്ചയായിട്ടും അവർ ഈ സബ്ജക്ട് നേരത്തെ ഫെമിലർ ആണ്. അതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളൊരു സയൻസ് സ്ട്രീം കഴിഞ്ഞ ഒരു സ്റ്റുഡന്റിന് ഇത് പാട് അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പേപ്പർ എന്ന് പറയാൻ മാത്രമില്ല. കാരണം ഇപ്പം മേ ബി നമ്മൾ ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത് ഇപ്പം സയൻസ് സ്ട്രീമിൽ നമുക്കിപ്പം ചില ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ള പേപ്പേഴ്സ് ഉണ്ട്. ഇപ്പം മാത്സ് ചില ആളുകൾക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പം ഫിസിക്സോ കെമിസ്ട്രിയോ ചില സ്റ്റുഡൻസിന് ബുദ്ധിമുട്ടാണ്. പക്ഷെ അക്കൗണ്ട്സ് എന്ന് പറയുന്നത് അക്കൗണ്ട്സ് ആകെ ഇനിഷ്യലി നമ്മൾ അതൊന്ന് ഫെമിലർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം എടുക്കും. ആ ഒരു ഇഷ്യൂ മാത്രമേ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഫേസ് ചെയ്യുള്ളൂ. അല്ലാതെ ഒരിക്കലും ആ സബ്ജക്ട് പാടല്ല. നമ്മൾ റിലേറ്റീവ്ലി പുതിയൊരു സബ്ജക്ട് ആയതുകൊണ്ട്, പുതിയൊരു കോൺസെപ്റ്റ് ആയതുകൊണ്ട് നമ്മൾ ആദ്യം ആ ഒരു സബ്ജക്ട് ഫെമിലർ ആകാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുക്കും. അന്നേരം കൊമേഴ്സിലെ സ്റ്റുഡൻസ് ഇവരിത് ഓൾറെഡി ഫെമിലർ ആണ്, 2 കൊല്ലമായിട്ട് ഇവർ കണ്ടതാണ്, അവർ ഈ സബ്ജക്ട് ഫെമിലർ ആണ്. അതുകൊണ്ട് മാത്രമാണ് അവർക്ക് ഒരു കംഫർട്ടബിലിറ്റി ഉള്ളത്. ഇതിന് ഒരിക്കലും നമുക്ക് ഒരു അക്കൗണ്ട്സ് ഒരു ഡിഫിക്കൽട്ട് പേപ്പർ എന്ന് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് അൾട്ടിമേറ്റ്ലി ബേസിക് നമ്പേഴ്സ് ഡീൽ ചെയ്യുന്ന ഒരു പേപ്പർ മാത്രമാണ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. നമ്മൾ കൃത്യമായിട്ട് റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നു. ആ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നതിന്റെ ഒരു സിസ്റ്റമാണ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്നത്. അന്നേരം അത് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചെടുക്കാവുന്ന കാര്യമാണ്. ഇനി ഈവൻ ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് അവിടെ ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്റ്റുഡന്റിന് ബുദ്ധിമുട്ടാണോ എന്നുള്ളത് ചോദിക്കുന്നതിനകത്തൊരു റെലവൻസ് പോലും ഇല്ല. കാരണം അത് റിലേറ്റീവ്ലി അത് എല്ലാ ആളുകൾക്കും തന്നെ ഒരു പുതിയൊരു കോൺസെപ്റ്റ് ആണ്. കൊമേഴ്സ് സ്ട്രീം ആണെങ്കിലും സയൻസ് സ്ട്രീം ആണെങ്കിലും ഓഡിറ്റിംഗ് എന്ന് പറയുന്ന ഒരു പേപ്പർ ഒരു പുതിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, നമ്മളിപ്പം അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ ഫൗണ്ടേഷൻ സ്റ്റേജിൽ തന്നെ നമ്മൾ പഠിക്കുന്നു. ഇനി ആ അക്കൗണ്ട്സ് പ്രോപ്പർ ആണോ എന്നുള്ളത് നമ്മൾ ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്, ഏതൊക്കെ രീതിയിലാണ് നമ്മൾ അതിനെ വെരിഫൈ ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഓഡിറ്റിംഗിൽ നമ്മൾ പഠിക്കുന്നത്. അന്നേരം നമ്മുടെ ഇന്റർമീഡിയറ്റ് സ്റ്റേജിലാണ് നമ്മൾ ഓഡിറ്റിംഗ് പേപ്പർ നമ്മൾ ആദ്യമായിട്ട് അപ്രോച്ച് ചെയ്യുന്നത്. അന്നേരം ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ഓഡിറ്റിംഗ് പേപ്പറിന് അല്ലെങ്കിൽ ഓഡിറ്റിങ്ങിനെ കുറിച്ച് അതിന്റെ ബേസിക് ഫണ്ടമെന്റൽസ് ആണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കാരണം ഓഡിറ്റിംഗ് പേപ്പർ എന്ന് പറയുന്നത് ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അത് ഡെഫിനറ്റ്ലി പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് വഴി മാത്രമേ നമുക്കത് പഠിക്കാൻ പറ്റത്തുള്ളൂ. അന്നേരം അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞ ഈ ഒരു കോഴ്സ് ആ രീതിയിൽ തന്നെ സ്ട്രക്ചർ ചെയ്തേക്കുന്നത്. കാരണം ഇന്റർമീഡിയറ്റ് സ്റ്റേജിൽ നമ്മൾ ഈ പല കാര്യങ്ങളെ കുറിച്ചും ഇപ്പം അക്കൗണ്ട്സ്, ടാക്സ്, ഓഡിറ്റിംഗ്, ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തിയററ്റിക്കലി അതിന്റെ ഒരു ബേസ് ഫൗണ്ടേഷൻ നമ്മൾ പഠിച്ചതിന് ശേഷം നമ്മളൊരു 2 ഇയർ പ്രാക്ടിക്കൽ ട്രെയിനിങ്ങിലേക്ക് പോവാണ്. 2 ഇയർ ഒരു പ്രാക്ടീസിംഗ് ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ കൂടെ നിന്ന് നമ്മളത് പഠിച്ച് മനസ്സിലാക്കി അതിനുശേഷമാണ് ഓക്കെ. അന്നേരം ആ ഒരു സ്റ്റേജിലാണ് ഓക്കെ നമ്മൾ നേരത്തെ പഠിച്ച തിയററ്റിക്കൽ ആയിട്ടുള്ള കോൺസെപ്റ്റുകളൊക്കെ നമ്മൾ പ്രാക്ടിക്കലി എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ നോക്കുന്നത്. അന്നേരം അതിനുശേഷം പ്രാക്ടിക്കൽ എക്സ്പീരിയൻസും കൂടെ കിട്ടിയതിന് ശേഷം നമ്മൾ ഇതിന്റെ അഡ്വാൻസ്ഡ് സംഭവങ്ങൾ ഫൈനൽ സ്റ്റേജിൽ നമ്മൾ ഇതിന്റെ അഡ്വാൻസ്ഡ് സംഭവങ്ങൾ പഠിക്കുന്നു. അന്നേരം ഒരിക്കലും നമുക്കൊരു ടഫ് ആയിട്ടുള്ള ഒരു പേപ്പറിന്, കാരണം ഒരിക്കലും CAന്റെ ഒരു പേപ്പർ പോയാൽ നമുക്ക് ടഫ് എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. കുട്ടികൾ നമുക്ക് പ്രോപ്പറായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് ആ ഒരു സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന പേപ്പർ തന്നെയാണ് CAനകത്തെ എല്ലാ പേപ്പറുകളും. പാർവതി, വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ നമുക്ക് അഡ്രസ് ചെയ്യാവുന്നത്? സർ, പിന്നെ വേറെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളുടെ ട്രെൻഡാണ് ഔട്ട്സൈഡ് ഇന്ത്യ പോവുക അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പം ഇന്ത്യൻ CA കഴിഞ്ഞ ഒരാൾക്ക് ഇപ്പം ഗവൺമെന്റ് ബാങ്കിങ് സെക്ടർ, പ്രൈവറ്റ് സെക്ടർ അല്ലാതെ പുറത്തേക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ് ആ ഒരു സർട്ടിഫിക്കറ്റ് കൊണ്ട് നേടാൻ സാധിക്കുന്നത്? ഓക്കെ, എനിക്കൊന്ന് നമ്മൾ CA കോഴ്സ് കഴിഞ്ഞിട്ട് നമുക്ക് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്നുള്ളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം CA കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് മെയിൻലി നമുക്ക് 2 രീതിയിൽ കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം എന്ന് പറയുമ്പോഴത്തേക്കും സ്വന്തമായിട്ട് ഒരു സ്ഥാപനം ഇടാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്വന്തമായിട്ട് നമുക്ക് ഒരു സ്ഥാപനം ഇടാം. അവിടെ നമുക്ക് ടാക്സേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാം, അക്കൗണ്ടിങ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടാക്സ് പ്ലാനിങ് ഇത്തരത്തിലുള്ള സർവീസുകൾ, ഓഡിറ്റിംഗ് ഇത്തരത്തിലുള്ള സർവീസുകൾ നമുക്ക് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമതായിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഗവൺമെന്റ് സർവീസുകളിലേക്ക് ചാർട്ടേഡ് അക്കൗണ്ടൻസിനെ ഹയർ ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ ബാങ്കുകളിലേക്ക് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ഹയർ ചെയ്യുന്ന സമയത്ത്
അതൊരു എൻട്രി ലെവൽ ജോബിലോ അല്ലെങ്കിൽ ഒരു മാനേജർ പോസ്റ്റിലായിരിക്കത്തില്ല, ഡയറക്റ്റ്ലി ഒരു റീജിയണൽ ഓഫീസിൽ, അതായത് ഈ മാനേജേഴ്സിന്റെ മീതെ നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ തന്നെ എൻ്റെ കൂടെ പഠിച്ച തന്നെ പല ആളുകളും ഇന്ന് ബാങ്കിൽ തന്നെ സീനിയർ മാനേജർ പോസ്റ്റിൽ അവർ റീജിയണൽ ഓഫീസിൽ അവർ ഈ മാനേജേഴ്സിനെ അവർ ഓവർ റൂൾ ചെയ്യുവാണ്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ബാങ്കിന്റെ ഒരു സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇവര് ലോൺ പാസ്സാക്കാനുള്ള അധികാരം, കമ്പാരിറ്റീവ്ലി ഹ്യൂജ് ലോണുകളൊക്കെ പാസ്സാക്കാനുള്ള അധികാരം മാനേജേഴ്സിന് ഡയറക്റ്റ്ലി പാസ്സാക്കാനുള്ള അധികാരമില്ല. ഇവര് കുറച്ചും കൂടെ റീജിയണൽ ഓഫീസിന്റെ അപ്രൂവൽ എടുത്തതിന് ശേഷമായിരിക്കും ഇവർ ഈ ലോണുകൾ പാസ്സാക്കുന്നത്. അന്നേരം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്ന പൊതുവെ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. അതായത് ഈ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും ഈ റീജിയണൽ ഓഫീസിൽ ക്രെഡിറ്റ് മാനേജ്മെന്റിലൊക്കെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബാങ്കുകളുടെ തന്നെ ഇന്റേണൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഹാൻഡിൽ ചെയ്യുന്ന എല്ലാം ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആയിരിക്കും. അന്നേരം ബാങ്കിങ്ങിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഗവൺമെന്റ് സെക്ടറുകളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി പ്രൈവറ്റ് സെക്ടറുകളിൽ അവിടുത്തെ കമ്പനികളുടെ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ കമ്പനികളുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് CFO ആയിട്ട് സർവീസ് ചെയ്യാൻ, ഇവിടെയൊക്കെ നമുക്ക് പ്രൈവറ്റ് സെക്ടറിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇനി അതേപോലെ തന്നെ ഈവൻ പുറത്തോട്ട് പോകുവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ അബ്രോഡ് ഓപ്പർച്യൂണിറ്റി നമ്മൾ നോക്കുന്ന സമയത്താണെങ്കിൽ പോലും, ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടൻസ് എന്ന് പറയുന്നത് നമ്മുടെ അക്കൗണ്ടിങ് പ്രൊഫഷനിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പ്രൊഫഷണൽ ബോഡിയാണ്. കാരണം ലോകത്തിലെ ലാർജസ്റ്റ് അക്കൗണ്ടിങ് പ്രൊഫഷണൽ ബോഡിയാണ് ICAI എന്ന് പറയുന്നത്. അവിടെ നമുക്ക് ഇനി ജോബ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് ഏറ്റവും റെമ്യൂണറേറ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി മിഡിൽ ഈസ്റ്റ് ആണ്. മിഡിൽ ഈസ്റ്റിലാണ് നമുക്ക് കുറച്ചും കൂടെ ഹയർ പാക്കേജ് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടുന്നത്. പക്ഷെ എന്ന് വെച്ച് ഇപ്പം അത് ക്ലിയർ ആക്കേണ്ടത് കുറച്ചും കൂടെ റെലവെന്റ് ആണെന്ന് തോന്നുന്നു. കാരണം പലപ്പോഴും ചില സമയത്തെങ്കിലും പറയുന്ന കേൾക്കാറുണ്ട്, ഓക്കെ പുറത്തോട്ട് പോകാൻ നമുക്ക് CA പഠിച്ചു കഴിഞ്ഞാൽ ഇന്ത്യ മാത്രമേ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ, പുറത്തോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ACCA പോലത്തെ കോഴ്സൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചില സമയത്ത് പറയുന്നത് കേൾക്കാറുണ്ട്. അത് ആക്ച്വലി ഒരു മിസ്കൺസെപ്ഷൻ ആണ്. കാരണം CA എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ സർട്ടിഫൈയിങ് അതോറിറ്റി ആണെന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ രാജ്യത്തിലും ഈ കൗണ്ടർ പാർട്സ് ഉണ്ട്. ഇപ്പം US ആണെന്നുണ്ടെങ്കിൽ CPA എന്ന് പറയുന്നതാണ് അവിടുത്തെ സർട്ടിഫൈയിങ് അതോറിറ്റി ഉള്ള പ്രൊഫഷണൽ ബോഡി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ UK അസോസിയേഷൻ ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് എന്ന് പറയുന്ന ബോഡിയാണ് അവിടെ സർട്ടിഫൈയിങ് അതോറിറ്റി ഉള്ളത്. അങ്ങനെ എല്ലാ രാജ്യത്തിലും സർട്ടിഫൈയിങ് അതോറിറ്റി ഉള്ള ഒരു പ്രൊഫഷണൽ ബോഡി ഉണ്ട്. അന്നേരം തീർച്ചയായിട്ടും സർട്ടിഫൈയിങ് അതോറിറ്റി അതാത് രാജ്യങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പം ഇന്ത്യയിലത്തെ സർട്ടിഫൈയിങ് അതോറിറ്റിയാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നതെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് സർട്ടിഫൈയിങ് അതോറിറ്റി ഇന്ത്യയിൽ മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. അതേപോലെ തന്നെ ഇപ്പം CPA എന്ന് പറയുന്ന ഒരു കോഴ്സാണ് US സർട്ടിഫൈയിങ് അതോറിറ്റി. അന്നേരം അവിടെ സർട്ടിഫൈയിങ് അതോറിറ്റി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആൾക്ക് മാത്രമേ തീർച്ചയായിട്ടും സർട്ടിഫൈ ചെയ്യാനുള്ള, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ റെക്കോർഡുകൾ സർട്ടിഫൈ ചെയ്യാനുള്ള അധികാരം ഉണ്ടായിരിക്കത്തുള്ളൂ. പക്ഷേ നമ്മളൊരു പ്രൈവറ്റ് സെക്ടറിൽ നമ്മൾ ജോലി നോക്കുമ്പോഴത്തേക്കും, നമ്മളൊരു MNCയിൽ ജോലി നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ഈ സ്കില്ലാണ്, ഈ അക്കൗണ്ടിങ് നോളജ് ആണ്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് സ്കില്ലാണ്. ഈ സ്കില്ല് ഡെഫിനറ്റ്ലി CA എന്ന് പറയുന്നത് വൺ ഓഫ് ദ മോസ്റ്റ് റെസ്പെക്റ്റഡ് പ്രൊഫഷണൽ കോഴ്സ് ആണ്. അത് ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ഈവൻ അബ്രോഡ് ആണെങ്കിൽ പോലും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ തന്നെയാണ്. ഇപ്പൊ പല ആളുകളും, നമ്മുടെ കൂടെ പഠിച്ച പല ആളുകളും ഇപ്പം UK അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലും കൂടുതൽ ഇനി US ഓസ്ട്രേലിയയിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ഇനി ഡെഫിനറ്റ്ലി അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു മേഖലയ്ക്ക് തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഹൈലി പെയ്ഡ് ഏരിയ മിഡിൽ ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അക്കൗണ്ടിങ് കഴിഞ്ഞ് കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്നത് മിഡിൽ ഈസ്റ്റ് ആണ്. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റ് മാത്രമല്ല, എല്ലാ രാജ്യങ്ങളിലും ആക്ച്വലി നമുക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഫർദർ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് അഡ്രസ് ചെയ്യണ്ടോ പാർവതി? ഓക്കെ സ്റ്റുഡൻസ്, നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു അവസരം യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമുക്കൊരു ലാസ്റ്റ് സെഷനിലേക്ക് ഇറങ്ങാം. സർ, ഈ ഒരു സെഷനകത്ത് നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് CA എന്ന് പറയുന്ന പ്രൊഫഷനെ കുറിച്ചും അതിന്റെ ആ ഒരു സാധ്യതകളെ കുറിച്ചും വളരെ ഡീറ്റെയിൽഡ് ആയിട്ടും സിംപ്ലിഫൈഡ് ആയിട്ടും സർ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ CA ആസ്പിറൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനും ഏതൊരാൾക്കും വളരെയധികം ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്ന ഈ ഒരു സെഷൻ. സർ പറഞ്ഞ പോലെ ഒരുപാട് സാധ്യതകൾ, ഡേ ബൈ ഡേ ഗ്രോത്ത് ഉള്ള ഒരു ഏരിയ ആണ് ഈ ഒരു CA പ്രൊഫഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സ്ട്രീം, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ഏതൊരു സ്ട്രീം കഴിഞ്ഞ സ്റ്റുഡൻസിനും ധൈര്യമായി തന്നെ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. IIT പ്രൊഫഷണൽ ക്യാമ്പസ് CA CMA കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്, കേരളത്തിലെ ലാർജസ്റ്റ് റെസിഡൻഷ്യൽ ക്യാമ്പസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുകളും CA ആൻഡ് CMA പോലെയുള്ള കോഴ്സുമായി ബന്ധപ്പെട്ട് അറിയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ തേർഡ് ബാച്ച് CA ഫൗണ്ടേഷൻ തേർഡ് ബാച്ച് June 19 നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ താങ്ക് യു സർ.
വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു സെഷൻ സാറിന്റെ ഈ ഒരു ടൈം പീരീഡിലും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതല്ല. താങ്ക് യു സർ. വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അതേപോലെ ജോയിൻ ചെയ്ത എല്ലാ സ്റ്റുഡൻസിനും പേരൻസിനും താങ്ക്സ്. സോ സർ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. Okay, thank you sir. Thank you so much for coming. Thank you.